നമസ്കാരം, ദ പ്രസ്സിലേക്ക് സ്വാഗതം. മാതൃഭൂമി ദിനപത്രത്തിലെ വാർത്തകളിലേക്കാണ് ആദ്യം പോകുന്നത്. ഒന്നാമത്തെ പേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നത് ഹൈക്കോടതിയുടെ ആ ഒരു പരാമർശം. ഇന്നലെ വന്ന സർക്കാരിനെതിരെ ഹൈക്കോടതി നടത്തിയിട്ടുള്ള പരാമർശമാണ്. അതാണ് പ്രധാന തലക്കെട്ട് വാർത്തയായി തന്നെ മാതൃഭൂമി ഒന്നാമത്തെ പേജിൽ നൽകിയിരിക്കുന്നത്. ഇടത് സർക്കാർ അഴിമതി സംരക്ഷകർ, രൂക്ഷ പരാമർശവുമായി ഹൈക്കോടതി എന്നുള്ളതാണ് ആ വാർത്തയ്ക്ക് തലക്കെട്ട് നൽകിയിരിക്കുന്നത്. പരാമർശം INTUC നേതാവ് R ചന്ദ്രശേഖരൻ പ്രതിയായ കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസ് പരിഗണിക്കവേ എന്നുള്ളതും അതിനകത്ത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കോടതിയെ ചൊടിപ്പിച്ചത് പ്രോസിക്യൂഷൻ അനുമതി തേടിയുള്ള അപേക്ഷ സർക്കാർ വീണ്ടും തള്ളിയത് എന്നുള്ളതും ആ വാർത്തയോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കുന്നുണ്ട്. അതിൽ കോടതിയുടെ ഒരു പരാമർശമായി വന്നിരിക്കുന്ന കോടതി പരാമർശിച്ചിരിക്കുന്ന ആ വാചകങ്ങൾ ഉൾപ്പെടെ മാതൃഭൂമി ആ വാർത്തയോടൊപ്പം തന്നെ ചേർത്ത് നൽകിയിട്ടുണ്ട്. ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലേറുമ്പോൾ അഴിമതി നടക്കില്ലെന്നാണ് പ്രതീക്ഷ. ഇപ്പോൾ അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന സർക്കാരായി മാറിയെന്നാണ് മനസ്സിലാകുന്നത്. വളരെ പരിതാപകരമായ അവസ്ഥയാണിത്. ഹൈക്കോടതി ആ നിലയ്ക്കുള്ള ഒരു പരാമർശം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മാതൃഭൂമി നൽകിയിരിക്കുന്ന വാർത്ത. അപ്പം ആ വാർത്തയിലേക്ക് പോയാൽ ഇടത് സർക്കാർ അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന സർക്കാരായി മാറിയെന്നും പരിതാപകരമായ അവസ്ഥയാണിതെന്നും ഹൈക്കോടതി. കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ ആയിരുന്നു കോടതിയുടെ രൂക്ഷമായിട്ടുള്ള ഈ പരാമർശം. പ്രതികളായ കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ ചെയർമാൻ INTUC നേതാവ് R ചന്ദ്രശേഖരനെയും മുൻ മാനേജിംഗ് ഡയറക്ടർ KA രതീഷിനെയും വിചാരണ ചെയ്യാൻ പ്രോസിക്യൂഷൻ അനുമതി തേടി CBI നൽകിയ അപേക്ഷ മൂന്നാമതും തള്ളിയത് ചോദ്യം ചെയ്തുള്ള കോടതിയലക്ഷ്യ ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസ് A ബദറുദ്ദീൻ്റെ വാക്കാലുള്ള ഈ ഒരു പരാമർശമുണ്ടായത് എന്നുള്ളതാണ് മാതൃഭൂമി ആ വാർത്തയിൽ പറയുന്നത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും R ചന്ദ്രശേഖരനും ഒരു വേദിയിൽ പരസ്പരം നോക്കി ചിരിച്ച് സംസാരിക്കുന്നതിൻ്റെ ഒരു ഫോട്ടോ, ഒരു ഫയൽ ചിത്രമാണത്. അതും ആ വാർത്തയോടൊപ്പം തന്നെ ചേർത്ത് നൽകിയിട്ടുണ്ട്. അപ്പം അതിന് നൽകിയിരിക്കുന്നത് 1, 2, 3 എന്ന് പറഞ്ഞ് പ്രോസിക്യൂഷൻ അനുമതിയില്ല എന്നുള്ള ഒരു തലക്കെട്ടാണ് അതിന് ആ വാർത്തയ്ക്ക്, അല്ലെങ്കിൽ ആ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പോർഷന് വേണ്ടി നൽകിയിരിക്കുന്നത്. കശുവണ്ടി വികസന കോർപ്പറേഷൻ 2006-15 കാലത്ത് അസംസ്കൃത കശുവണ്ടി ഇറക്കുമതി ചെയ്തതിൽ കോടികളുടെ അഴിമതിയും ഫണ്ട് ദുരുപയോഗവും നടന്നെന്നാണ് കേസ്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം 2016 CBI കേസിൻ്റെ അന്വേഷണം ഏറ്റെടുക്കുന്നത്. പ്രോസിക്യൂഷൻ ആദ്യ തവണ 2020 ഒക്ടോബർ 15 അനുമതി, രണ്ടാം തവണ 2025 മാർച്ച് 21, നിഷേധിച്ചത് മൂന്നാം തവണ 2025 ഒക്ടോബർ 28 ആ കാര്യങ്ങളെല്ലാം തന്നെ ആ വാർത്തയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അങ്ങനെ ഒരു ബോക്സ് വാർത്തയോടുകൂടി തന്നെ അതിനകത്ത് നൽകിയിട്ടുമുണ്ട്. വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് UDFൻ്റെ സ്ഥാനാർത്ഥി വൈഷ്ണയുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ട വാർത്ത. അത് പ്രധാനപ്പെട്ട ഒരു വാർത്തയായി തന്നെ മാതൃഭൂമി നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ തിരുവനന്തപുരം കോർപ്പറേഷൻ 27-ാം വാർഡ് മുട്ടടയിലെ UDF സ്ഥാനാർത്ഥി SL വൈഷ്ണയെ വോട്ടർ പട്ടികയിൽ നീക്കിയതിനെതിരെ ഹൈക്കോടതി ഇന്ത്യൻ പൗരയല്ലെന്ന വാദമല്ലല്ലോ എന്ന് ചോദിച്ച് ആണ് കോടതി ആ ഒരു വിഷയത്തിൽ ഇടപെട്ടത്. എന്തായാലും ഈ 21 വയസ്സുള്ള ഒരു കുട്ടി മത്സരിക്കാൻ വേണ്ടി വരുമ്പോൾ എന്തിനാണ് ഇത്തരത്തിലുള്ള ഈ നൂലാമാലകളിൽ തൂങ്ങിയിട്ടുള്ള നടപടികൾ എന്നുള്ളൊരു കാര്യം കൂടി കോടതി ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ആ ഒരു നടപടി ശരിയല്ല എന്നുള്ള കാര്യവും കോടതി അതിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ പൗരയല്ലേ, സാങ്കേതികതയുടെ പേരിൽ വോട്ട് വെട്ടരുത് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ജയിക്കേണ്ടത് ജനാധിപത്യമാണ്, പാർട്ടി രാഷ്ട്രീയമല്ല എന്നുള്ളൊരു കാര്യവും കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പീൽ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിക്കണം, നാളേക്കകം തീരുമാനമെടുക്കണം എന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശവും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇത്തരത്തിലുള്ള കോടതിയുടെ ഇടപെടലുകളിൽ തന്നെയാണ് സാധാരണക്കാർക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്നത് എന്നുള്ളതാണ്. മറ്റ് ഒരു വാർത്തയിലേക്ക് പോയെന്നാൽ ഉംറ തീർത്ഥാടകരുടെ ബസ് ടാങ്കറുമായി കൂട്ടിയിടിച്ചുണ്ടായിട്ടുള്ള ഒരു അപകടം ഇന്നലെ ഉണ്ടായിരുന്നു. അത് 45 ഇന്ത്യക്കാരാണ് അതുമായി ബന്ധപ്പെട്ട ആ ഒരു അപകടത്തിൽ വെന്തു മരിക്കുന്ന സ്ഥിതിയിലേക്ക് വന്നത്. ലോകം തന്നെ അപലപിച്ച ഒരു സംഭവമായിരുന്നു. വാർത്ത ഒന്നാമത്തെ പേജിൽ തന്നെ മാതൃഭൂമി നൽകിയിട്ടുണ്ട്. അതിൽ ഇന്ത്യയിൽ നിന്നുള്ള ഉംറ തീർത്ഥാടക സംഘം സഞ്ചരിച്ച ബസ്സാണ് ഒരു ടാങ്കർ ലോറിയുമായിട്ടാണ് കൂട്ടിയിടിച്ചത്. അതിൽ ബസ്സിൽ 46 പേരുണ്ടായിരുന്നു. ഒരാൾ അതിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇതിൽ
മരിച്ചവരിൽ 20 സ്ത്രീകളും 11 കുട്ടികളുമുണ്ട്, 46 പേരായിരുന്നു ബസ്സിലുണ്ടായിരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും പറയുന്നുണ്ട്. ഈ 11 കുട്ടികളിൽ അവർ കൂടുതൽ ആളുകളും കുഞ്ഞുങ്ങളെല്ലാം തന്നെ ഏതാണ്ട് 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളായിരുന്നു എന്നുള്ളതാണ് വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ രാജ്യാന്തര വാർത്ത എന്ന നിലയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടത് ബംഗ്ലാദേശിലെ സംഭവങ്ങളൊക്കെ തന്നെയായിരുന്നു. ബംഗ്ലാദേശിൽ ഭരണവിരുദ്ധ പ്രക്ഷോഭം അതിക്രൂരമായി അടിച്ചമർത്തി എന്നുള്ള ഒരു കുറ്റം കണ്ടെത്തിക്കൊണ്ട് ഷെയ്ഖ് ഹസീനയ്ക്ക് തൂക്കുകയർ വിധിക്കുന്ന ഒരു നില അല്ലെങ്കിൽ ഒരു വിധി ഇന്നലെ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. അത് വിധി ബംഗ്ലാദേശ് ട്രിബ്യൂണലിൻ്റേതാണ്. അത്തരത്തിലൊരു വിധി വന്നത്. മനുഷ്യരാശിക്കെതിരെ കുറ്റം ചെയ്തെന്നുള്ള പരാതി, ഒപ്പം തന്നെ ഹസീനയെ വിട്ടു നൽകാൻ ഇന്ത്യയോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ബംഗ്ലാദേശ് എന്നുള്ള തരത്തിൽ അതിൻ്റെ ആ വാർത്തയുടെ പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ ആ വാർത്തയോടൊത്ത് തന്നെ ബുള്ളറ്റ് പോയിൻറ്റ്സുകളായിട്ട് മാതൃഭൂമി നൽകിയിട്ടുണ്ട്. വാർത്തയിലേക്ക് പോയെന്നാൽ ബംഗ്ലാദേശിലെ ഭരണവിരുദ്ധ പ്രക്ഷോഭം അതിക്രൂരമായി അടിച്ചമർത്തിയ മനുഷ്യവംശത്തിനെതിരായിട്ടുള്ള കുറ്റകൃത്യം ചെയ്തെന്ന കേസിൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് തൂക്കുകയർ. ബംഗ്ലാദേശിലെ ഇൻ്റർനാഷണൽ ക്രൈം ട്രിബ്യൂണലിൻ്റെ 3 അംഗ ബെഞ്ചാണ് തിങ്കളാഴ്ച വിധി പ്രഖ്യാപിച്ചത് എന്നുള്ളതാണ് ആ വാർത്തയുടെ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. സർക്കാർ മേഖലയിലെ തൊഴിൽ സംവരണത്തിനെതിരെ 2024 ഓഗസ്റ്റിലുണ്ടായ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്നാണ് ഹസീന രാജിവെച്ചത്. ഇന്ത്യയിൽ അഭയം തേടുകയും ചെയ്തവർ. പ്രക്ഷോഭത്തിനിടെ ഉണ്ടായിട്ടുള്ള അക്രമ സംഭവങ്ങളിൽ 1400 പേർക്കാണ് ജീവഹാനി ഉണ്ടായത് എന്നുള്ളതാണ്. ആ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ട്രിബ്യൂണലിൻ്റെ തരത്തിലൊരു വിധി വന്നിരിക്കുന്നത്. ഈ കാകദൃഷ്ടി മാതൃഭൂമിയുടെ കാർട്ടൂൺ പങ്ക്തിയാണ്. അതിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതിൽ എടുത്തിരിക്കുന്നത്. സർക്കാർ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിച്ചു, തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്ന് വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ആ പ്രസ്താവനയാണ് അവിടെ വന്നിരിക്കുന്നത്. അതിൽ കൊടുത്തിരിക്കുന്നത് വൈറ്റ് വാഷ് ചെയ്ത് നല്ല വെള്ളിപ്പാളിയാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു കുറിപ്പാണ് ആ കാർട്ടൂണിൽ നൽകിയിരിക്കുന്നത് ഗോപീഷ്ണൻ. ഉൾപേജുകളിലേക്ക് പോയെന്നാൽ മാതൃഭൂമിയുടെ ആഗോള വ്യോമയാന മേഖല UAEയുടെ പങ്കാളിത്തം ശക്തമാക്കും ഷെയ്ഖ് മുഹമ്മദ്. ദുബായ് എയർ ഷോയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ദുബായ് എയർ ഷോ ഇന്നലെ ആരംഭിച്ചിരുന്നു. വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. എയർ ഷോ സന്ദർശിച്ച് ഭരണാധികാരികളൊക്കെ തന്നെ എത്തുകയും ചെയ്തിരുന്നു. അപ്പം അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ അതിൻ്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത്. വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ മാതൃഭൂമി ആ വാർത്ത കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആദ്യ ദിനത്തിൽ തന്നെ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എയർ ഷോയുടെ ആദ്യ ദിനം തന്നെ UAEയുടെ എമിറേറ്റ് എയർലൈൻ 65 ബോയിങ് 777-9 വിമാനങ്ങൾ വാങ്ങാൻ ഓർഡർ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ആ വാർത്തയുടെ ആദ്യം തന്നെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഒപ്പം ശൈത്യകാല വിനോദസഞ്ചാരം ദുബായ് മുൻനിരയിൽ എന്നുള്ള ഒരു വാർത്തയും മാതൃഭൂമിയും ഗൾഫ് വർത്തമാനം പേജിൽ നൽകിയിട്ടുണ്ട്. ശൈത്യകാല വിനോദസഞ്ചാരത്തിലുള്ള പ്രധാന സ്ഥലങ്ങളുടെ പട്ടികയിൽ ആഗോളതലത്തിൽ ദുബായിക്ക് 2ാം സ്ഥാനമാണ്. MC ട്രാവലാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് പുറത്തിറക്കിയിരിക്കുന്നത്. പ്രാദേശിക തലത്തിൽ ദുബായ് 1ാം സ്ഥാനത്താണ്. മികച്ച കാലാവസ്ഥയും സമാനതകളില്ലാത്ത വിനോദ കേന്ദ്രങ്ങളുമാണ് സന്ദർശകരെ ഇവിടേക്ക് ആകർഷിക്കുന്നത് എന്നുള്ളതാണ് ആ വാർത്തയിൽ മാതൃഭൂമി ചൂണ്ടിക്കാണിക്കുന്നത്. UAEയിൽ ദേശീയ ദിന അവധി പ്രഖ്യാപിച്ചു എന്നുള്ള വാർത്ത ഇന്നലെ വലിയ രീതിയിൽ തന്നെ എല്ലാവരും ആഘോഷിച്ചൊരു വാർത്ത കൂടിയാണ്. ആ വാർത്തയും മാതൃഭൂമി ഈ ഗൾഫ് വർത്തമാനം പേജിൽ നൽകിയിട്ടുണ്ട്. സർക്കാർ ജീവനക്കാർ 2 ദിവസത്തെ അവധിയുണ്ട്. അപ്പോൾ ഈ ഒരു വീക്കെൻഡ് കൂടി ആകുമ്പോൾ സ്വാഭാവികമായി 4 ദിവസത്തെ അവധി കിട്ടും എന്നുള്ളതാണ്. UAEയുടെ ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് സർക്കാർ ജീവനക്കാർക്ക് 2 ദിവസത്തെ അവധി പ്രഖ്യാപിച്ചു. ഡിസംബർ 1, 2 തീയതികളിലാണ് പൊതുമേഖലാ ജീവനക്കാർക്ക് ശമ്പളത്തോടു കൂടി അവധി. ഈ അവധി ദിവസങ്ങൾക്ക് മുൻപേ ഉള്ള ശനിയും ഞായറും ചേരുമ്പോൾ 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വാരാന്ത്യമാണ് ലഭിക്കുക എന്നുള്ളതാണ് മാതൃഭൂമി വാർത്തയിൽ നൽകിയിരിക്കുന്നത്. അബുദാബിയിൽ യാത്രകൾ എളുപ്പമാക്കാൻ 9 കരാറുകൾ എന്നുള്ള ഒരു വാർത്ത മാതൃഭൂമി നൽകുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്നലെ ഏറ്റവും വേഗമേറിയിട്ടുള്ള ഒരു ഡ്രോൺ ദുബായ് പോലീസ് വികസിപ്പിച്ചിരുന്നു. അതിൻ്റെ വാർത്തയും വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ മാതൃഭൂമി നൽകിയിട്ടുണ്ട്. ഒരാഴ്ചയിൽ സൗദിയിൽ പിടിയിലായത് 14,916 അനധികൃത താമസക്കാർ എന്നുള്ള വാർത്ത
മാതൃഭൂമി ഈ ഗൾഫ് വർത്തമാനം പേജിൽ നൽകിയിട്ടുണ്ട്. സൗദി അറേബ്യയിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ പിടിയിലായത് ഇത്രയും വലിയ ഒരു സംഖ്യയാണ്. 14,916 അനധികൃത താമസക്കാരാണ്. ഈ മാസം 6-നും 12-നും ഇടയിലാണ് ആഭ്യന്തര മന്ത്രാലയം ഇത്തരത്തിലൊരു പരിശോധന നടത്തിയത്. ആ പരിശോധനയിലാണ് ഇങ്ങനെ അനധികൃതമായി താമസിക്കുന്ന ആളുകളെ കണ്ടെത്തിയത് എന്നുള്ളതാണ്. TP കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ സുപ്രീം കോടതിയിൽ കേസുണ്ടായിരുന്നു. അതിൽ രേഖകൾ പരിശോധിക്കാതെ ജാമ്യമില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ടായി. KK രമയുടെയും സർക്കാരിൻ്റെയും അഭിഭാഷകർ തമ്മിൽ ആ ഒരു വാദപ്രതിവാദത്തിൽ വലിയ രീതിയിൽ വാക്പോര് നടക്കുന്ന സാഹചര്യമുണ്ടായി. അത് വാർത്തകൾ എന്നുള്ള പേജിൽ വളരെ പ്രാധാന്യത്തോടെ മാതൃഭൂമി നൽകിയിരിക്കുന്നു. TP ചന്ദ്രശേഖരൻ വധം ഗുരുതരമായിട്ടുള്ള കേസാണ്. വിചാരണ കോടതിയിലെ മുഴുവൻ രേഖകളും പരിശോധിക്കാതെ തിടുക്കത്തിൽ ജാമ്യം അനുവദിക്കാനാവില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. സാക്ഷിമൊഴികൾ ഉൾപ്പെടെ പരിശോധിക്കേണ്ടതുണ്ട് എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. വിചാരണ കോടതിയിലെ രേഖകൾ 15 ദിവസത്തിനകം ഹാജരാക്കണമെന്ന ഒരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതി ജ്യോതി ബാബുവിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് കോടതി ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയത്. വളരെ ശക്തമായിട്ടുള്ള വാക്പോര് ഇരു അഭിഭാഷകർ തമ്മിൽ നടക്കുന്ന ഒരു സാഹചര്യവും ഇന്നലെ കോടതിയിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതും മാതൃഭൂമി അതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മൊബൈൽ നമ്പരുമായി RC ലിങ്ക് ചെയ്തോളൂ, ഇല്ലെങ്കിൽ പുക സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുള്ള ഒരു വാർത്തകൾ എന്നുള്ള 5-ാം പേജിൽ മാതൃഭൂമി നൽകുന്നുണ്ട്. വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് മൊബൈൽ നമ്പരുമായി ലിങ്ക് ചെയ്തില്ലെങ്കിൽ ഇനി പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് ലഭിക്കില്ല. ഇത് സംബന്ധിച്ച് പുക പരിശോധനാ കേന്ദ്രങ്ങൾക്ക് നാഷണൽ ഇൻഫർമേഷൻ സെൻറ്ററിൻ്റെ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച 1 മുതൽ OTP സംവിധാനം നിലവിൽ വരികയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. തിങ്കളാഴ്ച 3 മണി മുതലാണ് ഈ സംഭവം നിലവിൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ആ വാർത്തയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്ത അവിടെ പാളുകൾ ഇളക്കി പരിശോധിക്കുന്ന നടപടി ഇന്നലെ സ്വീകരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടൊരു ചിത്രം മാതൃഭൂമി അതിൻ്റെ 1-ാമത്തെ പേജിൽ നൽകിയിട്ടുണ്ട്. അതിൻ്റെ വാർത്ത 5-ാമത്തെ പേജിലാണ് നൽകിയിരിക്കുന്നത്. ഈ പാളുകൾ ഇളക്കി പരിശോധിച്ചു എന്നുള്ളതാണ് അതിൽ നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ സ്വർണ്ണക്കൊള്ള പത്മകുമാറിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ ചോദ്യം ചെയ്തു എന്നുള്ള വാർത്തയും അതോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. എഡിറ്റോറിയൽ പേജിലേക്ക് വന്നാൽ SIRലെ അതിധൃതി എന്നുള്ളതാണ് അതിന് തലക്കെട്ടായി നൽകിയിരിക്കുന്നത്. പ്രത്യേക തീവ്ര വോട്ടർ പരിഷ്കരണം അതിൻ്റെ ഭാഗമായുള്ള ജോലിഭാര നിമിത്തം ബൂത്ത് ലെവൽ ഓഫീസർ ആത്മഹത്യ ചെയ്ത സംഭവം നിസ്സാരമായി കാണേണ്ട കാര്യമല്ല എന്നുള്ളതാണ് മാതൃഭൂമി അവരുടെ എഡിറ്റോറിയലിൽ അവരുടെ നിലപാടായി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ആദ്യഘട്ടം ബീഹാർ നടന്നപ്പോൾ മുതൽ SIR പ്രക്രിയയ്ക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ 2-ാം ഘട്ടമാണ് നടക്കുന്നത്. അവിടെയാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഈ നടപടിക്കെതിരെ ശക്തമായുള്ള നിലപാട് സ്വീകരിക്കുന്നുണ്ട്, കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിഷയം അത് ഇവർക്ക് നൽകുന്ന ഈ പ്രഷർ ചെറുതല്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടായത്. അതിനെ ഏതെങ്കിലും തരത്തിൽ ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ടല്ല കാണേണ്ടത് എന്നുള്ളതാണ് മാതൃഭൂമി പ്രധാനമായും ചൂണ്ടിക്കാണി. വാസ്തവത്തിൽ പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്നു പേരായൊരു ഏർപ്പാട് തന്നെ ഇന്ത്യയിലെ നിയമങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നില്ല എന്നുള്ളതാണ് മാതൃഭൂമി ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ ഇന്നലെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ BLOമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ശക്തമായിട്ടുള്ള പ്രതിഷേധം എല്ലായിടത്തും തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. SIR നീട്ടാൻ സാധ്യതയില്ല, കോൺഗ്രസും കോടതിയിലേക്ക് എന്നുള്ളത് തലക്കെട്ടിലൊരു വാർത്ത അതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ 7-ാമത്തെ പേജിൽ വളരെ വിശദമായി തന്നെ ഈ വിഷയത്തെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വാർത്ത നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ അനീഷ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത BLO ആയിരുന്ന അനീഷ്
സുഹൃത്തുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. അവർ വല്ലാതെ എതിർക്കുന്നു, അവരുടെ ഏരിയ അല്ലേ എന്നുള്ള കാര്യമാണ് അതിനകത്ത് ഒരു തലക്കെട്ടായി നൽകിയിരിക്കുന്നത്. അനീഷിൻ്റെ സംഭാഷണം ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് മാതൃഭൂമി ആ വാർത്ത നൽകിയിരിക്കുന്നത്. ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്ന് CPM പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് CPMനെതിരെ വിമർശനങ്ങൾ, ആരോപണങ്ങളൊക്കെ തന്നെ ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആത്മഹത്യയ്ക്ക് പിന്നിൽ CPM ആണ് എന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അക്കാര്യങ്ങളെല്ലാം തന്നെ ഈ വാർത്തയിൽ ഇതോടൊപ്പം തന്നെ ചേർത്തുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു ഈ SIRമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, പല ആളുകൾക്കും വീട്ടു നമ്പറോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അവിടെ 0 രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതായിരുന്നു. അതിനും ഇലക്ഷൻ കമ്മീഷൻ ഒരു വിശദീകരണമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും കൗതുകരമായിട്ടുള്ളൊരു കാര്യം. ആ വീട്ടു നമ്പർ 0 ന്യായീകരണങ്ങൾ എന്നുള്ളതാണ്. അതിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുമ്പോൾ വീട്ടു നമ്പരോ വീട്ടുപേരോ ചേർക്കാത്തവരാണ് വീട്ടു നമ്പറിൻ്റെ സ്ഥാനത്ത് 0 വന്നത്. അവർക്കാണ് അത്തരത്തിൽ 0 എന്നുള്ള ആ ഒരു അക്കം വീട്ടുപേരിൻ്റെ സ്ഥാനത്ത്, വീട്ടു നമ്പറിൻ്റെ സ്ഥാനത്ത് നൽകിയിരിക്കുന്നത് എന്നതാണ്. വോട്ടർ പട്ടിക ക്രമപ്പെടുത്തുകയോ പുതിയ സോഫ്റ്റ്വെയറിലേക്ക് മാറുകയോ ചെയ്യുമ്പോൾ വീട്ടു നമ്പറോ വീട്ടുപേരോ നിർബന്ധമാക്കിയതിനാൽ നമ്പറിൻ്റെ സ്ഥാനത്ത് 0 രേഖപ്പെടുത്തിയിരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആശയക്കുഴപ്പങ്ങൾ ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് തുടരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് വാസ്തവം. ആ കാര്യവും മാതൃഭൂമി അവരുടെ ആ വാർത്തയിൽ നൽകുന്നുണ്ട്. പോലീസുകാർക്ക് വെൽനസ് കൗൺസിലിംഗ് കേന്ദ്രങ്ങൾ വരും എന്നുള്ള ഒരു പ്രഖ്യാപനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അത് വളരെ പ്രാധാന്യത്തോടുകൂടി 9ാമത്തെ പേജിൽ ആ വാർത്ത ഏറ്റവും മുകളിലായി തന്നെ നൽകിയിട്ടുണ്ട്. സ്പോർട്സ് പേജിലേക്ക് വന്നാൽ ഹോളണ്ട് വരുന്നു, നോർവേ വീണ്ടും ലോകകപ്പിന്, ഹോളണ്ടിന് ഡബിൾ, ഇറ്റലി തകർന്നു എന്നുള്ളതാണ്. ഇന്നലെ നോർവേയുമായി ഇറ്റലി ഈ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ പരാജയപ്പെട്ടിരുന്നു. ഹോളണ്ടിൻ്റെ ഇരട്ട ഗോളിലാണ് അവർ ജയിച്ചത്. 4-1 ഇറ്റലിയെ പരാജയപ്പെടുത്തിയത്. അത് വാർത്തയായി തന്നെ ഏറ്റവും മുകളിൽ സ്പോർട്സ് പേജിൽ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ റിയൽ ടെസ്റ്റ് എന്നുള്ള ഒരു തലക്കെട്ടിൽ ഇന്ത്യയുടെ ടെസ്റ്റിലെ അവസ്ഥകളെ ഒക്കെ തന്നെയും വിശകലനം ചെയ്തുകൊണ്ട് വാർത്ത നൽകിയിട്ടുണ്ട് മാതൃഭൂമി. റിയൽ ടെസ്റ്റ് എന്നുള്ളതാണ് തലക്കെട്ടായി നൽകിയിരിക്കുന്നത്. കൊൽക്കത്ത ടെസ്റ്റിലെ തോൽവി പരിശീലകൻ ഗംഭീറിനെതിരെ വിമർശനങ്ങൾക്ക് മൂർച്ച കൂട്ടിയിട്ടുണ്ട്. സ്പിൻ പിച്ചുണ്ടാക്കി വീണ്ടും ഒരു സമ്പൂർണ്ണ തോൽവി ഏറ്റുവാങ്ങിയ ടെസ്റ്റ് ടീം പരിശീലക സ്ഥാനത്ത് തന്നെ അത് ഭീഷണിയാകും എന്നുള്ളതാണ് മാതൃഭൂമിയുടെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത്. ഒപ്പം രാജസ്ഥാൻ റോയൽസിൻ്റെ IPLുമായി ബന്ധപ്പെട്ട ടീമുകൾ വലിയ രീതിയിൽ ലേലത്തിരക്കിലൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വാർത്ത നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ സംഘക്കാര രാജസ്ഥാൻ റോയൽസിൻ്റെ പരിശീലകനായി വീണ്ടും എത്തുന്നു എന്നുള്ള വാർത്തയും വളരെ ഗംഭീരമായി തന്നെ മാതൃഭൂമി നൽകിയിട്ടുണ്ട്. മാധ്യമം ദിനപത്രത്തിലേക്ക് പോയെന്നാൽ മാധ്യമം ദിനപത്രവും ഇന്നലത്തെ അവരുടെ പ്രധാനപ്പെട്ട വാർത്തയായി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ എന്നുള്ള തലക്കെട്ട വാർത്ത നൽകിയിട്ടുണ്ട്. പക്ഷേ അതിന് തൊട്ട് മുകളിലായി മദീനയ്ക്ക് സമീപം ബസ് ഡീസൽ ടാങ്കറുമായി കൂട്ടിയിടിച്ച് കത്തി 44 ഉംറ തീർത്ഥാടകർ മരിച്ചു. ഇതിൽ 44 എന്നുള്ള എണ്ണമാണ്. മാതൃഭൂമി 45 മരണം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മരിച്ചവരിൽ ഹൈദരാബാദ് സ്വദേശികളാണ് മരിച്ചത്. ഒപ്പം തന്നെ മരിച്ചവരിൽ 28 സ്ത്രീകളും 10 കുട്ടികളും എന്നുള്ളതാണ് മാധ്യമത്തിൻ്റെ കണക്ക്. ഒരു കുടുംബത്തിലെ 18 പേർക്ക് ദാരുണാന്ത്യം സംഭവിച്ചിട്ടുണ്ട്. രക്ഷപ്പെട്ടതൊരു യുവാവ് മാത്രമാണ് എന്നുള്ള കാര്യവും ആ പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെയും ബുള്ളറ്റ് പോയിന്റുകളായി നൽകിക്കൊണ്ടാണ് ആ വാർത്ത. ഒപ്പം തന്നെ അതിൻ്റെ ചിത്രം മാധ്യമം നൽകിയിട്ടുണ്ട്. ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം അടിച്ചമർത്തി ഹസീനയ്ക്ക് വധശിക്ഷ എന്നുള്ളതാണ് വാർത്തയായി പ്രധാനപ്പെട്ട വാർത്തയായി നൽകുന്നത്. മുൻ ആഭ്യന്തരമന്ത്രി അസദുസ്മാൻ ഖാൻ കമാലിനും തൂക്കുകയാണ്. ഇവർക്ക് 2 പേർക്കുമാണ് ആ വിധി നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ത്യയിലാണ് ഹസീന ഇത്തരത്തിൽ അഭയം തേടിയിരിക്കുന്നത്. ഇന്ത്യ അവരെ വിട്ടു നൽകില്ല എന്നുള്ള ഒരു തീരുമാനം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യവും ആ വാർത്തയോടൊപ്പം തന്നെ ചേർത്ത് നൽകിയിട്ടുണ്ട്. പ്രതിഷേധം കനത്തിട്ടും പുതിയ ഷെഡ്യൂളും നടപടികളും നിർദ്ദേശിച്ച് കമ്മീഷൻ എന്നുള്ള തലക്കെട്ടിൽ BLOമാരുടെ പ്രതിഷേധം ശക്തമായ രീതിയിൽ തന്നെ തുടരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവർക്ക് നൽകിയിരിക്കുന്ന ഈ ഒരു തീവ്രമായിട്ടുള്ള ഈ ജോലി ഭാരം വലിയ രീതിയിൽ തന്നെയാണ്. അപ്പോൾ അതിനൊക്കെ എതിരെ ഒപ്പം തന്നെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ
ഇത്തരത്തിൽ ആത്മഹത്യ പോലും ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ എത്തുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് ഈ BLOമാർ എത്തിയിരുന്നു. കഴുത്തിൽ കയറ് കുരുക്കിയിട്ടാണ് അവർ പ്രതിഷേധ പ്രകടനം നടത്തിയത്. അപ്പോൾ അതിൻ്റെ ചിത്രം ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. അപ്പോഴും ഈ പ്രതിഷേധം കനത്തിട്ടും പുതിയ ഷെഡ്യൂളുകളും നടപടികളും നിർദ്ദേശിക്കുകയായിരുന്നു കമ്മീഷൻ എന്നുള്ളതാണ് ആ വാർത്തയിൽ നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സ്വർണ്ണപ്പാളുകൾ ഇളക്കി പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വാർത്തയും നൽകിയിട്ടുണ്ട് മാധ്യമം. ഉൾപേജുകളിലേക്ക് വന്നാൽ ഷാർജ രാജ്യാന്തര പുസ്തകോത്സവം ഞായറാഴ്ച സമാപിച്ചാണ്. പക്ഷേ ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ തീരുന്നില്ല എന്നുള്ളതാണ്. പുസ്തക പ്രകാശനത്തിൻ്റെ വാർത്തകൾ, ഒപ്പം തന്നെ അഭിമുഖങ്ങൾ, അങ്ങനെ നിരവധിയായിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമം നൽകുന്നുണ്ട്. ഏറ്റവും വേഗം കൂടിയ ഡ്രോൺ വികസിപ്പിച്ച് ദുബായ് പോലീസ്. മാതൃഭൂമിയും ആ വാർത്ത നൽകിയിട്ടുണ്ട്. ഇന്നലെ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളും ആ വാർത്ത നൽകിയിരുന്നു. മണിക്കൂറിൽ 580 കിലോമീറ്റർ വേഗമുള്ള ഡ്രോണ് ആണ് അത് തയ്യാറാക്കിയിരിക്കുന്നത്. അത് ഗിന്നസ് റെക്കോർഡിൽ ഉൾപ്പെടെ കയറിയിട്ടുണ്ട് എന്നുള്ള കാര്യവും മാധ്യമം വാർത്തയിൽ ചൂണ്ടിക്കാണിക്കുന്നു. സായിദ് മ്യൂസിയത്തിൽ വാർഷിക അംഗത്വമെടുക്കാൻ അവസരം. ഡിസംബർ 3 മ്യൂസിയം തുറക്കും എന്നുള്ള തലക്കെട്ടിൽ വാർത്തയുണ്ട്. അതിൻ്റെ ചിത്രം ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ദുബായ് എയർ ഷോയുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ പങ്കെടുക്കുന്ന അതിൻ്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നു. അന്താരാഷ്ട്ര സഹിഷ്ണുതാ ദിനം ആചരിച്ച് GDRFA എന്നുള്ള തലക്കെട്ടിൽ വാർത്തയുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള വാർത്തകൾ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ അവധി പ്രഖ്യാപിച്ച വാർത്ത. ദേശീയ ദിനവുമായി ബന്ധപ്പെട്ട് അവധി ആഘോഷമാക്കാൻ സ്മാർട്ട് ട്രാവൽ 20ലധികം ഡെസ്റ്റിനേഷനുകളിലേക്ക് യാത്രാ സൗകര്യം എന്നുള്ള തലക്കെട്ടിൽ അതൊരു പരസ്യം പോലെ തന്നെയാണ് വാർത്ത നൽകിയിരിക്കുന്നത്. തദ്ദേശാടനം എന്നുള്ളതാണ് മാധ്യമം അവരുടെ ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ നൽകുന്നതിനുള്ള പേജിന് നൽകിയിരിക്കുന്ന പേര് എന്നുള്ളതാണ്. വൈഷ്ണയുടെ വോട്ട് ബുധനാഴ്ചയ്ക്ക് തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശമുണ്ടായിരുന്നു. ആ വാർത്ത ആ പേജിൽ വളരെ പ്രാധാന്യത്തോടെ നൽകിയത്. 24 വയസ്സുള്ള കുട്ടി മത്സരത്തിനിറങ്ങുമ്പോൾ തർക്കം ഉന്നയിച്ചത് അത്ഭുതപ്പെടുത്തുന്നു എന്നാണ് കോടതി വ്യക്തമാക്കിയത്. അതും ആ കോടതിയുടെ ആ ഒരു പരാമർശവും ആ വാർത്തയോടൊപ്പം തന്നെ ചേർത്ത് നൽകിയിട്ടുണ്ട്. സീറ്റ് നിഷേധിച്ചു, തൃശ്ശൂർ കോർപ്പറേഷൻ മുൻ ഡെപ്യൂട്ടി മേയർ CPI വിട്ടു എന്നുള്ള തലക്കെട്ടിൽ ഒരു വാർത്ത. ഇപ്പോൾ കൂടുമാറ്റത്തിൻ്റെയൊക്കെ ഒരു സമയമാണ്. നിരവധി ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തന്നെ പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അത്തരത്തിലൊരു വാർത്തയാണ് അത്. മുൻ ഡെപ്യൂട്ടി മേയർ CPIയിൽ നിന്നും പാർട്ടി വിട്ടു തന്നെ പോയിരിക്കുന്നു എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചു. മനംനൊന്ത് ബൂത്ത് പ്രസിഡന്റ് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ള ഒരു വാർത്തയും നൽകിയിട്ടുണ്ട്. അത് സീറ്റ് നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായ ഘട്ടത്തിലാണ് അത്തരത്തിൽ ഒരു നടപടിയിലേക്ക് അവർ പോകുന്ന സാഹചര്യമുണ്ട്. അതും വാർത്ത നൽകിയിട്ടുണ്ട്. BLOമാർക്ക് വലിയ രീതിയിലുള്ള സമ്മർദ്ദമാണ് പല തലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പല വാർത്തകളും ചൂണ്ടിക്കാണിക്കുന്നത്. അവർക്ക് ഭീഷണി ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് അവർക്ക് ഓരോ കാര്യങ്ങളും നിർദ്ദേശിക്കുന്നത് എന്നുള്ളതും വാർത്തയായി മാതൃം നൽകുന്നുണ്ട്. മാധ്യമത്തിൻ്റെ നിലപാടിലേക്ക് വന്നാൽ പട്ടിക പരിഷ്കരണത്തിൻ്റെ രക്തസാക്ഷി. ഈ സമ്മർദ്ദങ്ങളുടെ ആശങ്കകളുടെ ഉത്തരവാദിത്വം നിന്ന് ഒഴിഞ്ഞു മാറാൻ ഇലക്ഷൻ കമ്മീഷന് കഴിയില്ല എന്നുള്ളതാണ് മാധ്യമം അവരുടെ നിലപാടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണ സമ്മർദ്ദത്തെ തുടർന്ന് ജീവൻ ഒടുക്കിയ BLO ആ വിഷയമാണ് പ്രധാനമായും ഇതിലെടുത്തു പറഞ്ഞിരിക്കുന്നത്. അതിനെ ഒരു ചെറിയ കാര്യമായിട്ട് കാണാൻ കഴിയില്ല. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് എന്നുള്ളതാണ് മാധ്യമം ചൂണ്ടിക്കാണിക്കുന്നത്. ഉരുക്ക് വനിതയുടെ മഹാവീഴ്ച എന്നുള്ളതാണ് ഷെയ്ഖ് ഹസീനയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഉൾപേജിൽ നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഉംറ തീർത്ഥാടകരുടെ മരണം 23-ന് മടങ്ങാനിരിക്കെ അതിൻ്റെ ആ ഒരു തുടർ വാർത്ത നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ നിരവധിയായിട്ടുള്ള നേതാക്കൾ, പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ പരാമർശിച്ച് പോകുന്നുണ്ട്. മാധ്യമത്തിൻ്റെ കായികം പേജിലേക്ക് വന്നാൽ നോർവേ ഇറ്റലി മത്സരം
മത്സരത്തിൻ്റെ ഫലമാണ്. അതിൽ നോർവേ ഫോർ ഇറ്റലി അത് എഴുതിയിരിക്കുന്നതാണ് വളരെ മനോഹരമായിട്ട്. നോ വേ ഫോർ ഇറ്റലി എന്ന് വായിക്കാൻ പറ്റുന്ന രീതിയിലാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ എർലിംഗ് ഹാലൻഡിൻ്റെ ഒരു ആഘോഷം, ഗോൾ നേടിയ ശേഷം ആഘോഷിക്കുന്നതിൻ്റെ ഒരു ചിത്രം അതിൽ നൽകിയിട്ടുണ്ട്. 28 വർഷത്തിന് ശേഷം നോർവേ ലോകകപ്പിന് എത്തുന്നു എന്നുള്ളതാണ് ആ വാർത്തയുടെ പ്രത്യേകത. ഇറ്റലിക്ക് ഇനി പ്ലേ ഓഫിൽ കടുത്ത പരീക്ഷണങ്ങളുണ്ട് എന്നുള്ളതും ആ വാർത്തയോടൊപ്പം തന്നെ ചേർന്ന് നൽകുന്ന. അസൂരികളെ തകർത്തത് 4-1 എന്നുള്ളതും ആ വാർത്തയോടൊപ്പം തന്നെ ചേർത്ത് നൽകിയ വളരെ പ്രാധാന്യത്തോടെയാണ് ആ വാർത്ത മാതൃഭൂമി നൽകിയിരിക്കുന്നത്. ഒപ്പം ഇന്ത്യ ദക്ഷിണാഫ്രിക്കയോട് ടെസ്റ്റിൽ പരാജയപ്പെട്ടിരുന്നു. ആ പരാജയത്തിന് ശേഷം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ മുൻ താരങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇത്തരത്തിൽ ആ പിച്ച് തയ്യാറാക്കിയത് തന്നെ അതിൽ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അത് ഗംഭീർ ചോദിച്ചു വാങ്ങിയതാണ് എന്നുള്ളൊരു പരാമർശം കഴിഞ്ഞ ദിവസം സൗരവ് ഗാംഗുലി നടത്തിയിരുന്നു. അതിന് ഈ മത്സരത്തിൽ പരാജയം വന്നതിന് ശേഷം ടെസ്റ്റ് ക്രിക്കറ്റിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഹർഭജൻ സിംഗിൻ്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. അങ്ങനെ നിരവധിയായിട്ടുള്ള മുൻ താരങ്ങൾ ഇത്തരത്തിൽ ഈ മത്സരത്തിൻ്റെ ഫലത്തെ അല്ലെങ്കിൽ മത്സരത്തിൽ ഇന്ത്യക്കുണ്ടായിട്ടുള്ള അവസ്ഥയൊക്കെ വിമർശിച്ചുകൊണ്ട് വന്നിരുന്നു. ഒപ്പം തന്നെ ഗംഭീറിനെതിരെ ശ്രീകാന്തിൻ്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ആ വിഷയങ്ങളൊക്കെ തന്നെ വിമർശനം ഹൈ പിച്ചിൽ എന്നുള്ള തലക്കെട്ടിലാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത് മാധ്യമം. രഞ്ജി ട്രോഫി ലീഡ് പ്രതീക്ഷയിൽ കേരളം എന്നുള്ളതും നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ പലസ്തീൻ രാഷ്ട്രത്തെ എതിർക്കുമെന്ന് നെതന്യാഹു ഒരു പരാമർശം നടത്തിയിരുന്നു. അത് അന്താരാഷ്ട്രീയം പേജിൽ നൽകിയിട്ടുണ്ട്. ഹമാസും പലസ്തീൻ ഗ്രൂപ്പുകളും നിർദ്ദേശത്തെ എതിർത്ത് രംഗത്ത് വന്നിട്ടുണ്ട്. ഇസ്രയേലിന് അനുകൂലമായിട്ടുള്ള ഭരണ സംവിധാനം സ്ഥാപിക്കാനുള്ള ശ്രമമാണ് എന്നുള്ളൊരു കുറ്റപ്പെടുത്തൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളതാണ്. ചെങ്കോട്ടയിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ ഉൾപ്പെട്ടയാൾ അറസ്റ്റിലായിട്ടുണ്ട്. അതും വാർത്തയായി തന്നെ ഏറ്റവും അവസാനത്തെ പേജിൽ മാധ്യമം നൽകിയിട്ടുണ്ട്. അർദ്ധവാർഷിക പരീക്ഷ ഡിസംബർ 15 മുതൽ 23 വരെയാണ്. ക്രിസ്മസ് അവധി 24 മുതൽ ജനുവരി 4 വരെ ആയിരിക്കും എന്നുള്ള കാര്യവും മാധ്യമം ഈ അവസാന പേജിൽ നൽകിയിട്ടുണ്ട്. ദ പ്രസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. NTV UAE to the world.